ഉടൻ അദ്ദേഹം പോകാൻ പുറപ്പെട്ടു. എന്നാൽ മന്ദാകിനി സമ്മതിച്ചില്ല. "ഞാൻ അങ്ങയെ രാപ്പകലില്ലാതെ ശുശ്രൂഷിച്ചത് വെറുതെയല്ല. ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. സൗന്ദര്യവും ലളിതകലകളിൽ അറിവുമുണ്ടെനിക്ക്. അങ്ങയെ ഞാൻ സ്വർഗത്തിലെന്ന പോലെ സുഖമാക്കിയിരുത്താം. എന്നെ വിട്ടു പോകരുത്. " വിദ്യാസാഗരൻ ഉപദേശിച്ചു. "ഞാൻ ബ്രാഹ്മണനും ഭവതി ശൂദ്രസ്ത്രീയുമാണല്ലോ. ഒരു ബ്രാഹ്മണസ്ത്രീയെയും ക്ഷത്രിയസ്ത്രീയെയും വൈശ്യസ്ത്രീയെയും വിവാഹം ചെയ്ത ശേഷമേ ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയെ വിവാഹം കഴിക്കാവൂ. അങ്ങനെ 3 സപത്നിമാരോട് കൂടി ജീവിക്കാൻ എന്നെ എന്തിന് വിവാഹം കഴിക്കണം? " മന്ദാകിനി ആ ഉപദേശം അനുസരിച്ചില്ല. അവൾ ബ്രാഹ്മണനെ രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി തൻ്റെ സങ്കടമുണർത്തിച്ചു. രാജാവ് പുരോഹിതനോട് ആലോചിച്ചു. വിദ്യാസാഗരൻ പറഞ്ഞതാണ് ധർമ്മശാസ്ത്രവിധിയെന്നു തന്നെ പുരോഹിതനും അഭിപ്രായപ്പെട്ടു. അതുപ്രകാരം ബ്രാഹ്മണ പുരോഹിതൻ്റെ മകൾ സുമംഗല എന്ന കോമളാംഗിയെയും കലിംഗരാജാവിൻ്റെ മകൾ കലാവതി എന്ന കല്യാണിയെയും വൈശ്യമന്ത്രിയുടെ മകൾ മാലതി എന്ന ചിത്രലേഖയെയും ശൂദ്രസ്ത്രീയായ മന്ദാകിനി എന്ന അലങ്കാരവല്ലിയെയും മഹാപണ്ഡിതനായ വിദ്യാസാഗരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു. നല്ല മുഹൂർത്തത്തിൽ വിവാഹം നടക്കുകയും ചെയ്തു. വിദ്യാസാഗരൻ രാജാവ് ഏർപ്പാടാക്കിക്കൊടുത്ത വലിയ വീട്ടിൽ സുന്ദരിമാരായ 4 പത്നിമാരോടൊപ്പം ഒന്നിനും ഒരു കുറവുമില്ലാതെ സുഖമായി ജീവിച്ചു. 4 പേരിലും അദ്ദേഹത്തിന് ഓരോ ആൺമക്കളുമുണ്ടായി. ബ്രാഹ്മണ സ്ത്രീയുടെ മകൻ വരരുചി എന്ന വല്ലഭൻ, ക്ഷത്രിയ സ്ത്രീയുടെ മകൻ വിക്രമാദിത്യൻ, വൈശ്യസ്ത്രീയുടെ മകൻ ഭട്ടി, മന്ദാകിനിക്ക് ജനിച്ച മകൻ ഭർതൃഹരിയും. കുട്ടികൾ 4 പേരും ഒരുമയോടും സ്നേഹത്തോടും കൂടി വളർന്നു. അവരുടെ വിദ്യാഭ്യാസം വേണ്ടതുപോലെ നടന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കലിംഗരാജാവ് മരിച്ചുപോയി. അദ്ദേഹത്തിന് ആൺമക്കൾ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹം മരണത്തിന് മുമ്പ് മകളുടെ ഭർത്താവായ വിദ്യാസാഗരനെ രാജാവായി വാഴിച്ചു.